രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം എന്നാണ് മോഡി ആഗ്രഹിക്കുന്നത്. കാരണം പെയിൻ ഇൻ ദ ആസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ട്രിക്കിംഗ് ആണ്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എണിറ്റാൽ എല്ലാ മന്ത്രിമാരും അവിടെ ചാടി എണിച്ചിട്ട് വരും. എന്തിനാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും ചാടി എണിറ്റ് വരണം? എന്തിനാണ്? എന്താ പറയുന്നത്? രാഹുൽ ഗാന്ധി പപ്പുവാണ്, കോപ്പാണ് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പം ആരാ പപ്പു എന്നൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് കേൾക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പം ആരാ പപ്പു, ആരാണ് പട്ടേലരും ഒക്കെ എന്നൊക്കെ നമുക്കറിയാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകണില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ടെക്നിക്കലായ വിഷയം? ഇവിടെ ഇപ്പോൾ ഉദാഹരണം ഏറ്റവും ചർച്ച ചെയ്തത് നരവണയുടെ ബുക്കാണല്ലോ. ആ നരവണയുടെ ബുക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ടെൻഷനായത്? ആ ബുക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ശരിയായിരിക്കും, ടെക്നിക്കലി അത് ശരിയാണ്. പക്ഷെ അത് ടെക്നിക്കലി എല്ലാവരും അതിനെ നേരിടേണ്ടത് അതിലെ മാറ്റർ വെച്ചല്ലേ. ഇപ്പം എന്താ പറയാൻ പോണേ? ഇനി 20 വർഷത്തേക്ക് ബുക്ക് പാടില്ല. അങ്ങനെയല്ല, ഇനി ഉദ്യോഗസ്ഥൻ ജനിച്ചാൽ മരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ബുക്ക് എഴുതാൻ പാടില്ല എന്ന് തീരുമാനിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. 20 വർഷം എന്ന് പറഞ്ഞാൽ 60 വയസ്സിൽ 65 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് 85 വയസ്സ് കഴിഞ്ഞിട്ട് എന്ത് ബുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രശ്നം എന്താ? അതൊന്നുമല്ല ജനാധിപത്യത്തിലെ വഴി. ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കുന്ന ആളെ പപ്പൂന്നും കോപ്പെന്നും ഒക്കെ വിളിച്ചിട്ടല്ല പോണത്. അങ്ങനെ ചെയ്താൽ അത് ജനാധിപത്യത്തിനുള്ള മറുപടിയുമല്ല. ഒരു വിഷയത്തിന് പോലും അവിടെ മറുപടി വന്നില്ല. അതേ ഉന്നയിച്ചൊരു വിഷയത്തിന്. നരവണയുടെ ബുക്കില്ല എന്ന് തന്നെ വയ്ക്കും. ഇങ്ങനെ ഒരു മാറ്റർ ഉണ്ടോ ലോകത്ത്? ഇങ്ങനെ ഒരു മാറ്റർ ഉണ്ടോ എന്ന് പാർലമെന്റ് ചോദിച്ചൂടെ? ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ചൈനീസ് കവചിത വാഹനങ്ങൾ വന്നിട്ട് അതിനെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടത്ര ശുഷ്കാന്തി ഉണ്ടായില്ല എന്നാണല്ലോ വാദം. ശരിയോ തെറ്റോ അവിടെ നിൽക്കട്ടെ, അതിന് മറുപടി ഉണ്ടേ. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല നീ എന്നല്ല പറയുന്നേ. അയാൾക്കത് എഴുതാൻ അവകാശമില്ല എന്ന്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. ചോദ്യം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ചോദ്യത്തിന് ഉത്തരം പറയണം. ഇത് മാത്രമല്ല, നിരവധി കാര്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയുമായി ഒപ്പിട്ട കരാർ, എന്ത് ചോദ്യം? ആരാ ചോദ്യം ചോദിച്ച്? അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന വളരെ അപകടം പിടിച്ച മോഡിക്ക്, വളരെ സെക്യുലറായ ഒരു നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ സഹിക്കാൻ മോഡിക്കാവില്ല. മോഡിക്കത് വേണ്ട. അയാൾക്ക് അധീർ രഞ്ജൻ ചൗധരിയെ പോലെ ഉള്ള ഒരാൾ മതിയായിരുന്നു. അതല്ലല്ലോ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ വലിയ തോതിൽ മതേതര ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് കളയാൻ, ഇത് കളയലൊക്കെ നമ്മൾ കുറേ കണ്ടതാ. കാരണം അങ്ങനെ കളയും. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കളഞ്ഞു, അതിന് അവർ തിരിച്ചു വന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണ കളഞ്ഞു, വയനാട്ടിൽ നിന്നുള്ള MP ആയിരുന്നു. ഇപ്പോൾ അതാണോ ചെയ്യേണ്ടത്? ടെക്നിക്കൽ റീസണിൽ നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ പ്രധാനമന്ത്രിക്ക് മറുപടിയില്ല. പ്രധാനമന്ത്രി എന്താ പറഞ്ഞേ? എന്നെ സ്ത്രീകൾ അറ്റാക്ക് ചെയ്യുന്നു. എന്തൊരു കഥയാന്ന് നോക്കണേ. പാർലമെന്റിൽ മെമ്പർമാർ അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് വിവരം കിട്ടിയിരുന്നു. എവിടെ നിന്ന് വിവരം കിട്ടി? അങ്ങനെയുണ്ടെങ്കിൽ അതിന് വാച്ചൻപാട് നിർത്തിയാൽ പോലെ നിർത്താലോ. പ്രശ്നം അതല്ല. ഇതൊക്കെ തൊടുന്യായങ്ങൾ പറയുകയാണ്. സത്യസന്ധമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. ഇന്ത്യ അമേരിക്ക കരാർ എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടത് പാർലമെന്റിൽ പറഞ്ഞില്ല? എന്തുകൊണ്ട് ഇന്ത്യയുടെ ഡ്യൂട്ടി ഇന്ത്യ ഇറക്കുമതി ചെയ്യുമ്പോൾ ഡ്യൂട്ടി ഇല്ലാതാവുകയും അമേരിക്കയുടെ ഡ്യൂട്ടി ഉയരുകയും ചെയ്തത് എന്തുകൊണ്ട്? 3.3 നിന്ന് 17 ആയത് എന്തുകൊണ്ട്? ഈ ചോദ്യമൊക്കെ ചോദിക്കില്ലേ ജനങ്ങൾ? സ്വാഭാവികമായിട്ടും പാർലമെന്റ് മെമ്പർമാരുടെ ജോലിയല്ലേ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുക. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അയാളെ പുറത്താക്കുക. വിജയമാഷ് പണ്ടേ പറഞ്ഞ് പലവട്ടം ആവർത്തിച്ചൊരു കാര്യമുണ്ടല്ലോ, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയുണ്ട്. ചോദ്യം ഇല്ലാതാവില്ല, ചോദ്യം ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. ചോദ്യം ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടാവും. ചോദ്യം ഇവിടുത്തെ സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പുറത്താക്കി നിങ്ങൾ ചോദ്യം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വലിയ പരാജയമായിരിക്കും ജനാധിപത്യത്തിൽ.